ഇത് കടലിലേക്കുള്ള ബോട്ടിംഗ് ആണ് കണ്ടോ, കടലിലേക്കുള്ള ബോട്ടിംഗ്. ഇങ്ങനെയുണ്ട്, തകർപ്പനല്ലേ. ഡച്ചുകാരുടെ കടന്നുകയറ്റമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ അഗോഡ എന്ന വാക്കിനർത്ഥം ഇവിടെ 1609 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ പറയുന്ന ഞാനൊക്കെ വെറും 25-30 വർഷമായിട്ടുള്ളൂ നമ്മൾ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ 1600 എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപാടധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതിന് മുന്നേ കൂടെ ഇവിടെ മെനു കോഡ്. അപ്പോൾ നമുക്ക് ഈ ഫോർട്ടിനെ കുറിച്ചിട്ടുള്ള എൻട്രൻസിലെ നമ്മൾ വന്ന വഴി കേട്ടോ, ഈ പ്ലാൻ അപ്പുറം നമ്മൾ വന്ന വഴി ഇത്. വാട്ടർ അവൈലബിൾ, ടോയ്ലറ്റ് അവൈലബിൾ, റിസർവയർ നോട്ട്. ഇപ്പുറത്തേക്കൊന്നും ഇല്ല എന്നാണ്. നിങ്ങൾ കണ്ടു പോകണോ അത് അങ്ങനെ വേണോ? ഇത്ര ഉള്ളു ഫോർട്ട്. ഇതേ നമ്മളെ പാലക്കാട് ഫോർട്ടിൽ സെയിം അല്ലേ, 25 പക്ഷെ അത് ലൈറ്റ് ഹൗസ് ഇത് പറയില്ല. ലൈറ്റ് ഹൗസ് ഉള്ളിൽ കൂടെ സ്റ്റെപ്പ് അവിടെ ഒരു ഹോൾ കണ്ട ചെറുത്, അങ്ങനെ ആവാനാണ് ചാൻസ്. അപ്പം മനുഷ്യന്മാരെ, ഈ ഒരു ഫോർട്ടിൻ്റെ പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1609 ഈ ഫോർട്ടിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളത്. വെറും 3 വർഷം കൊണ്ടാണ് ഈ കാണുന്ന ഫോർട്ട് പോർച്ചുഗീസുകാർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഫോർട്ടിൻ്റെ ചരിത്രം. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് ഇങ്ങനെ ചരിത്രം മാത്രം പറഞ്ഞാൽ പോലല്ലോ, കാഴ്ചകൾ കാണണ്ടേ. ഈ ലൈറ്റ് ഹൗസിൻ്റെ കാര്യം കുറച്ചുകൂടെ പറയാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് ചെറുതായിട്ടൊന്ന് മിസ്സായിട്ട് നമുക്ക് അവിടെ ഈ ഫോർട്ട് ഇവിടെ 1609 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ പറയുന്ന ഞാനൊക്കെ വെറും 25-30 വർഷമായിട്ടുള്ളൂ നമ്മൾ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ 1600 എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപാടധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ഫോർട്ട് പറങ്കികൾ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന കാരണം ഈ മറാത്തികൾ അതുപോലെ തന്നെ ഡച്ചുകാരുടെ കടന്നുകയറ്റമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്.
പിന്നെ അത് മാത്രമല്ല, ഈ അഗോഡ എന്ന വാക്കിനർത്ഥം, പക്ഷേ അഗോഡ എന്ന വാക്കിനർത്ഥം ശുദ്ധജലം എന്നാണ്, ശുദ്ധജലം. അപ്പോൾ ഈ ഇതുവഴിയുള്ള കപ്പൽ നാവിക യാത്രക്കാരൊക്കെ ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ഇവിടെ മെയിൻ ഒരു അരുവിയുണ്ട്, ശുദ്ധജലം മെയിനായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ അഗോഡ ഫോർട്ടിനാണ്. അപ്പോൾ ശുദ്ധജലത്തിനായിട്ട് ഇതുവഴി യാത്ര തിരിച്ചിടുന്ന കപ്പൽ യാത്രക്കാർ ഇവിടെ വന്നിട്ടായിരുന്നു ശുദ്ധജലം നിറച്ച് യാത്ര ചെയ്തിരുന്നത്. എന്താണ് സംഭവം? കളറല്ല, നല്ല ഹൈറ്റിലാട്ടോ, നമ്മൾ ഭയങ്കര ഹൈറ്റിലാണ്. നമ്മൾ ഈ മ്യൂസിയത്തേക്ക് പോകുന്ന വഴി കുറച്ച് ബോട്ടിങ് അവിടെ കണ്ടിട്ടുണ്ട്. ബോട്ടൊക്കെ ഒരുപാട് സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കടലിലേക്കുള്ള ബോട്ടിങ്ങാണ്, കണ്ടോ, കടലിലേക്കുള്ള ബോട്ടിങ്. അങ്ങനെയുണ്ട്, തകർപ്പനല്ലേ. അതേപോലെ ഈ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയ സമയത്ത് 1800-കളിലാണ് ഈ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഉണ്ടാക്കിയ സമയത്ത് ലൈറ്റ് ബ്ലിങ്ക്, ഇപ്പോഴൊക്കെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ ഏകദേശം ഒരു 1-2 സെക്കൻഡുകൾ അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് ഒന്ന് റൗണ്ട് അബൌട്ട് ആയിട്ട് തിരിച്ചു വരും. ഇതിപ്പോൾ 30 സെക്കൻഡ് കൊണ്ട് തിരിച്ചു വരും. ഈ ഫോട്ടോ ഉണ്ടാക്കിയ സമയത്ത് 7 മിനിറ്റ് എടുത്തിരുന്നു ബ്ലിങ്ക് ചെയ്യാൻ. അങ്ങനെയാണ് ഈ കപ്പൽ യാത്രക്കാരൊക്കെ ഈ സ്ഥലത്തെ തിരിച്ചറിഞ്ഞിരുന്നത്.